എന്നേക്കാൾ വിവരക്കേടാ. കണ്ടിട്ടൊരു ദുരിതം ലുക്ക്. ഏതോ അന്തിപത്രത്തിന്റെ ആളാ. ആരാ? ഞാൻ കേശവൻ. ഞാൻ നകുലൻ നമ്പൂതിരി. ഏതാ പത്രം? വീട്ടിൽ വരുന്ന പത്രം നേരത്തെ അറിയിക്കുന്ന പത്രം. അതെ. അയ്യോ, മനസ്സിലായി കേട്ടോ. ഇവിടെ വന്നത് തമ്പി സാറിനെ കാണാൻ വന്നതാ. ജാതി പറഞ്ഞെന്ന് പറഞ്ഞ് അമട്ടാൻ പറ്റാതെ കൊല്ലാനാണോ? എനിക്ക് ഇവിടേക്ക് കടന്നു വരാൻ യോഗ്യതയില്ലെന്നറിയാം. എന്നാലും ഈശ്വരൻ ഓരോ ഭാഗ്യങ്ങൾ തന്നാൽ 2 കൈ നീട്ടി സ്വീകരിക്കാതെ അതെന്താ ചെയ്യാ? അയ്യോ, തനിക്ക് വഴി തെറ്റിയതായിരിക്കും. ഇവിടെ വന്ന് പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? രാമുമോന്റെ വീടല്ലേ? അതെ. താൻ ആരാ സത്യത്തില്? ബന്ധുക്കാരനാ. സംബന്ധക്കാരനായ ഞാൻ അടുക്കളയില്ല. പിന്നെ ഈ ബന്ധക്കാരൻ വന്ന് ഇവിടെ എന്നാ ചെയ്യാനാ? എനിക്ക് വിറക്കേണ്ട മകളല്ല അവള്. ദൈവം തന്നതാ. 10ാം ക്ലാസ്സിൽ മുഴുവൻ A+. 12ലും അങ്ങനെ തന്നെ. എന്റെ മോള് സ്വന്തമായി പഠിച്ച എൻട്രൻസ് എഴുതിയതേ. അവിടെയും 1ാമതാ. നാട്ടുകാർ ചോദിച്ചു, പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തനെ കൊണ്ട് പറ്റുന്നതാണോ മോളെ എഞ്ചിനീയർ ആക്കാനെന്നൊക്കെ. പഠിക്കുമെന്ന് മോളും പഠിക്കുവോളം പഠിപ്പിക്കുമെന്ന് ഈ അച്ഛനും വാശി പിടിച്ചു. കൃഷി നഷ്ടമാണെന്നറിഞ്ഞിട്ടും തരിശിട്ട പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി നടത്തി. കൃഷിയും ചതിച്ചില്ല, ദൈവവും ചതിച്ചില്ല, മകളും ചതിച്ചില്ല. അവള് ജയിച്ചുകൊണ്ടേയിരുന്നു. ഇയാൾ ആരാ? ആരെ പറ്റി ഈ കഥയൊക്കെ എവിടെ വന്ന് പറയുന്നേ? എന്റെ മോളെ പറ്റി, നന്ദയെ പറ്റി. കണ്ണീര് കുളിരല്ല, സമരസമില്ലെങ്കിൽ സ്നേഹമില്ല. കലഹമൊരു കലയല്ല, കണ്ണീര് കുളിരല്ല, സമരസമില്ലെങ്കിൽ സ്നേഹമില്ല. മോഹഭംഗത്തിൻ്റെ ഒറ്റത്തുരുത്തുകൾക്കാനന്ദം സ്വന്തമല്ല. വഴി പിരിഞ്ഞൊഴുകി തളരും വരയ്ക്കുള്ള വിളയാട്ടമല്ലോ മനുഷ്യജന്മം. വഴി പിരിഞ്ഞൊഴുകി തളരും വരയ്ക്കുള്ള വിളയാട്ടമല്ലോ മനുഷ്യജന്മം, മനുഷ്യജന്മം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയില്ല അളിയ. ഏതായാലും കല്യാണമോ മുടങ്ങി. പിള്ളേരോട് കരുവിച്ച് അമ്മ തെക്കോട്ട് ഞാനപ്പോ ഞാൻ വിചാരിച്ചു ഒരു സഞ്ചയനോ ഒരു 16 അടി യന്ത്രം ഒത്തു കിട്ടിയെന്ന്. അല്ലേലും ദൈവം അങ്ങനെ വെറുതെ കൊതിപ്പിക്കും. ഞാൻ തൊട്ടുകൂടാൻ പാടില്ലാത്താണല്ലേ. ഞാൻ ആലോചിക്കുമായിരുന്നു മക്കൾ നന്ദമാർക്കിട്ട് പണി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വിപ്ലവകാരികളാണ്. കീഴ്ജാതിക്കാരൻ ഇരിക്കാൻ പഠിച്ച ഓഫീസിൽ അച്ഛൻ ചാണകവെള്ളം തളിച്ചപ്പോ മോൻ അച്ഛന്റെ ജീവിതത്തിലേക്ക് ചാണകവെള്ളം കോരി ഒഴിച്ചു. കളി പിള്ളേരെന്ന് വിളിക്കണം. എനിക്ക് പോലും അറിയത്തില്ലയോ മാത്താണ്ട് വന്നോ ഇരുന്ന് വന്നപ്പോ പാൽക്കഞ്ഞി കുടിച്ച കൊരണ്ടിപ്പുറത്ത് ഇരുന്നാ ഞാൻ കളിക്കരിയുന്നെന്ന്.